സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിൻ്റെ സഹകരണത്തോടെ ദേശീയ ക്ഷീരവികസന ബോർഡിൻ്റെ ഉപവിഭാഗമായ IIL സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ കീഴിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കാവ എന്ന പ്രസ്ഥാനം വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റാബീസ് ഫ്രീ കേരളം എന്ന തെരുവുനായയുടെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സയ്ക്ക് വരുന്നവർക്കുള്ള കൗൺസിലിങ്ങും
സ്കൂൾ കോളേജ് കുട്ടികൾക്കുള്ള അവബോധ പരിപാടികളും നടക്കുന്നുണ്ട്. സാമൂഹിക നന്മ ലക്ഷ്യം വച്ചുള്ള ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. 2025 നമുക്ക് കേരളത്തെ പേവിഷ വിമുക്തമാക്കുവാൻ ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. National Dairy Development Board and its wholly owned subsidiary, Indian Immunologicals Limited, through its CSR activities are very happy to be associated with Government of Kerala in the implementation of Rabies-Free Kerala, which is aimed at eradication of stray dog-induced human rabies incidences in the state. Indian Immunologicals is a One Health company and with state-of-art human and animal vaccine manufacturing facilities in India, is also exporting vaccines to more than 60 countries. We are proud that we have the largest manufacturing facility of human anti-rabies vaccine in the world. I had the privilege to be present at the launch of this rabies-free Trivandrum project in the presence of Honorable Kerala Animal Husbandry Minister Srimati J. Chinchurani and also Mayor of Trivandrum Srimati Arya Rajendran in the month of March 23. I am happy that all these activities are now being implemented following standard protocols through Compassion for Animal Welfare Association, we know as CAWA, an animal welfare organization approved by Animal Welfare Board of India with the technical support from Worldwide Veterinary Services. It gives me immense pleasure to know that the program is progressing well in the state, and as chairman of both NDDB and Indian Immunologicals Limited, I wish all the success for this unique and noble initiative. Thank you. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പട്ടിയെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പട്ടിയുടെ കടി എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, പട്ടി കടിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ നമുക്കൊരു പട്ടിയെ ബെസ്റ്റ് കമ്പാനിയനാക്കാം എന്നുള്ളതാണ്. റെഡിയാണോ? ശരി. ഒരിക്കലും പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഓടരുത്. നമ്മൾ എങ്ങനെ നിൽക്കണം എന്നാ പറയുന്നത്? ഒരു മരം കണക്ക് നിൽക്കണം എന്നാ പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും പട്ടി കടിക്കാൻ വരുന്ന പട്ടിയുടെ കണ്ണിലോട്ട് നോക്കണം. ഇപ്പൊ ഒരു പട്ടി ഇങ്ങനെ ഇതുവഴി വരികയാണ്, നമ്മൾ എങ്ങോട്ട് നോക്കണം? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു പട്ടി ഇവിടുന്ന് കടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ്. അവിടുന്ന് വന്നാൽ എന്ത് ചെയ്യണം? ഒരിക്കലും ഒരു മൃഗത്തിന്റെയും കണ്ണിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടി കിട്ടാനുള്ള സാധ്യത. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും പട്ടി കടിക്കാൻ വരുന്ന പട്ടിയുടെ കണ്ണിലോട്ട് നോക്കണം. എന്ത് പറ്റിയതാ? പട്ടി വീട്ടിലെ വളർത്തുന്ന പട്ടിയാണോ? എങ്ങനെ അടിച്ചതാ? പട്ടി ആണ്ട് വന്നിട്ട് കാലിൽ വന്ന് കടിക്കുക. എന്തെങ്കിലും പ്രൊവോക്കഡ് ആയിട്ടാണോ കടിച്ചത്? അങ്ങനെ എന്തായിട്ടാണോ വന്ന് ചുമ്മാ വന്ന് കടിച്ചാണോ? കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ വളർന്ന പട്ടിയാണ്. വാക്സിനൊക്കെ എടുക്കുന്നുണ്ടോ? ചെറിയ മുറിവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുറിവ് ഉണ്ടായിട്ടുണ്ട്. ചെറിയ ബ്ലീഡിങ് പോലെ ഉണ്ടായിട്ടുണ്ട്. മുറിവ് നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തായിരുന്നു? പൈപ്പ് തുറന്ന് വെച്ച് 15 മിനിറ്റ് വാഷ് ചെയ്തായിരുന്നു? വാഷ് ചെയ്തായിരുന്നു. നന്നായിട്ട് സോപ്പിട്ട് കഴിയിട്ടുണ്ട്. ഓക്കെ. ഇതിന് മുമ്പേ പേവിഷബാധയ്ക്ക് ഇഞ്ചക്ഷൻ വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രൊവോക്കഡ് ആയിട്ടാണ് കളിച്ചപ്പോൾ കയറി മുറിഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ വാക്സിൻ എടുക്കേണ്ടത് 4 ഡോസ് വാക്സിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് എടുക്കും ഫസ്റ്റ് ഡോസ് വാക്സിൻ. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കും. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ്, അത് കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ 4 ഡോസ് അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് മുറിവ് ചെറിയ സ്ക്രാച്ച് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ചെറിയ ബ്ലീഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഇമ്മ്യൂണോഗ്ലോബിൻ എന്നാണ് ആ ഇഞ്ചക്ഷൻ്റെ പേര്. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ, കാരണം വൈറസ് എന്തെങ്കിലും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഇത് ജനറൽ ഹോസ്പിറ്റലിലെ കൗൺസിലിംഗ് സെഷനാണ്. IDR പേവിഷബാധ ക്ലിനിക്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നതാണ്. ഡോഗ് ബൈറ്റോ കാറ്റോ ഏത് ബൈറ്റാണെന്നുള്ളത് അവർക്ക് നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് വാക്സിൻ എടുക്കുന്നതിനെ പറ്റി അവരുടെ ടെൻഷൻ മാറ്റുക. പട്ടി കടിച്ചാണോ പൂച്ച കടിച്ചാണോ വരുന്നത്, അവരാകെ ടെൻഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കത് എങ്ങനെയാണെന്ന് ഡോസ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒരു അവയർനെസ് കൊടുക്കുകയാണ്. ടെൻഷൻ ഫ്രീ ആക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം.
എത്ര ഡോസ് വാക്സിനാണ് എടുക്കേണ്ടതെന്നുള്ളതും കൂടുതലും വരുന്നത് വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിൻ്റെ ബൈറ്റാണ് കൂടുതൽ വരുന്നത്. സ്ട്രേ ഡോഗ് വളരെ കുറവാണ്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. Indian Immunologicals Limited is a subsidiary of the National Dairy Development Board and was formed under the visionary leadership of Dr. Verghese Kurian. We are a One Health company and one of the largest suppliers of both animal and human vaccines in our country. In 1998, the Government of India requested Indian Immunologicals to make a safe vaccine for rabies. We started our journey spending a lot of time and effort and developed India's first virocell-based rabies vaccine. Today, we are the largest producer of rabies vaccine in the world, and we also export rabies vaccine to 60 countries. We are a company which knows how to balance between making money and doing social good. As a part of our ambitious CSR project, we have undertaken with an objective to make Thiruvananthapuram rabies free. We, along with the support of Government of Kerala, Animal Husbandry Department and an NGO, Kava, have taken up this big objective to make Thiruvananthapuram rabies free. Based on the successful outcome of this project, it is our desire to make the entire Kerala state rabies free, for which we would require the entire cooperation from the public, from various administrators and various other volunteers.